ഇറാനിൽ സംഭവിക്കുന്നത് നിഗൂഢമായ കാര്യങ്ങളാണ്. ഇറാനിലെ ഭരണകൂടത്തിൽ എന്തൊക്കെയോ ലക്ഷ്യമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. മൊസ്തബയുടെ നിഗൂഢമായ അസാന്നിധ്യം, സ്വന്തം പിതാവിന്റെ സംസ്കാര ചടങ്ങുകളിൽ പോലും വരാത്ത മൊസ്തബയെ മാറ്റി നിർത്താൻ ഇറാൻ തീരുമാനിക്കുന്നു എന്നുള്ളതും, പുതിയ പരമോന്നത നേതാവ് അവിടെ വരാൻ പോകുന്നു എന്നുള്ളതും ഇറാനെ ഏത് രീതിയിലേക്കാണ് ഇത് നയിക്കുന്നത്? മൊസ്തബയെ ഒറ്റപ്പെടുത്തിയാൽ ഇറാനിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കും? ഇപ്പൊ ലോക രാജ്യങ്ങളെ ഒന്നടങ്കം ഞെട്ടിപ്പിക്കുന്ന ഒരു നീക്കമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നത്. കാരണം അവരുടെ പരമോന്നത നേതാവായിട്ട് മൊജ്തബ ഖമനേയിയാണെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ആയത്തുള്ള അലി ഖമനയുടെ മകനാണ്. പക്ഷെ ഇപ്പോൾ കേൾക്കുന്നത് അങ്ങനെയല്ല. അവിടേക്ക് പുതിയ പരമോന്നത നേതാവ് വരുന്നു. അതായത് IRGCയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന യാഥാസ്ഥിതിക മതവിഭാഗത്തെ ചേർത്ത് നിർത്തുന്ന ഒരാൾ. അതാരാണ്? നേരത്തെ നമുക്കറിയാം, ആയത്തുള്ള റൂഹുള്ള ഖൊമേനി ഭരിച്ചിരുന്ന കാലത്ത് വിപ്ലവ വീര്യത്തിലൂടെ ലോക രാജ്യങ്ങളെ ഞെട്ടിച്ച ഒരു നീക്കമായിരുന്നു ഇറാൻ നടത്തിയത്. ആ റൂഹുള്ള ഖൊമേനി കൊല്ലപ്പെട്ടതിന് ശേഷം, അല്ലെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം, അദ്ദേഹത്തിന്റെ ചെറുമകനായ അലി ഖൊമേനിയാണ് ഇപ്പോൾ പുതിയ ആയത്തുള്ളയായിട്ട് വരാനുള്ള സാധ്യത. കാരണം ഈ അലി ഖൊമേനി എടുക്കുന്ന പല നിലപാടുകളും ഇറാനിലെ യാഥാസ്ഥിതിക വിഭാഗം നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ ആ കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ നേതൃത്വം വഹിക്കേണ്ടത് അടുത്ത ആയത്തുള്ളയാണ്. എന്ന് പറഞ്ഞാൽ മൊജ്തബ ഖമനേയിയാണ്. ഇവിടെ മൊജ്തബ ഖമനേയി വരുന്നില്ല. മറ്റു 3 മക്കൾ ഈ സംസ്കാര ചടങ്ങിലെല്ലാം തന്നെ പൂർണ്ണമായിട്ടും പങ്കെടുത്തു. അപ്പോഴും ഇറാൻ ജനത ഉന്നയിക്കുന്ന ഒരു ചോദ്യം, എവിടെ മൊജ്തബ ഖമനേയി? അപ്പൊ നിഗൂഢമായ പല നിലപാടുകളും ഈ മൊജ്തബ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഇത്തരമുള്ള ഒരാളിനെ നമുക്ക് വേണോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഇറാനിലെ ഏറ്റവും തീവ്രമായ നിലപാടുള്ള ഒരു സംഘടനയുണ്ട്, ജുരൈഹി എ പൈദാരി എന്ന് പറയുന്നത്. അതായത് ഒരു എൻട്രൻസ് ഫ്രണ്ട്. ഇവരിപ്പോൾ പറയുന്നത്, ഈ പറയുന്ന അലി ഖൊമേനിയെ പോലെയുള്ള ആളുകൾ മതി നമ്മളെ നയിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇറാന്റെ പഴയ വിപ്ലവീര്യം നിലനിർത്താനായിട്ട് സാധിക്കും. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങളുടെ ഭീഷണികൾ നമുക്ക് അതിജീവിക്കാം. അപ്പൊ IRGCയും ഈ നിലപാടിനോട് ഏതാണ്ട് യോജിച്ചു. ഇത്രയും നാൾ നമ്മൾ മനസ്സിലാക്കിയത് IRGCയാണ് മൊജ്തബ ഖമനേയിയെ ഉയർത്തിക്കൊണ്ടുവന്നത്. ശരിയാണ്. കാരണം ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള പെസഷ്കിയാനോ അല്ലെങ്കിൽ അവിടുത്തെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരഗാച്ചിക്കോ ഈ സ്പീക്കറായിട്ടുള്ള ഖാലിബാഫിനോ ഒന്നും തന്നെ നിർണായകമായ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. IRGCയാണ് തീരുമാനം എടുക്കുന്നത്. ഈ IRGC തീരുമാനം എടുക്കുമ്പോൾ അവർക്ക് ആയത്തുള്ളയുടെ കസേരയിൽ റബ്ബർ സ്റ്റാമ്പ് പോലെ ഒരാൾ വേണം. അതാണ് മൊജ്തബ. അപ്പം ഇറാന്റെ നേരെ ഇസ്രായേലും അമേരിക്കയും നടത്തിയ വ്യോമാക്രമണത്തിൽ മൊജ്തബയ്ക്ക് അന്ന് പരിക്കേറ്റു എന്ന് പറയുന്നത് ശരിയായിരിക്കാം. ഒരുപക്ഷെ ഗുരുതരമായി പരിക്കേറ്റ മൊജ്തബ ഇപ്പോഴും ആശുപത്രിവാസത്തിലാകാം. അല്ലെങ്കിൽ അദ്ദേഹം ജീവനോടെ ഉണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ടാണ് പുതിയ ആയത്തുള്ളയായിട്ട് അല്ലെ പുതിയ പരമോന്നത നേതാവായിട്ട് അലി ഖൊമേനിയെ കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുന്നത്. നമുക്കറിയാം 1979 വരെ ഷാ ഭരണകൂടമാണ് അവിടെ നിലനിന്നിരുന്നത്. ഈ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് തീവ്ര മതനിലപാടുള്ള യാഥാസ്ഥിക മതവിഭാഗത്തിൽപ്പെട്ട സംഘടനകൾ അല്ലെങ്കിൽ ആ ഒരു അനുകൂലിക്കുന്ന പ്രസ്ഥാനങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നു. അങ്ങനെയാണ് ആയത്തുള്ള റൂഹുള്ള ഖൊമേനി അവിടുത്തെ പരമോന്നത ആചാര്യനായിട്ട് മാറുന്നത്. ഇതേ നിലപാടുകൾ വെച്ച് പുലർത്താൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ അനന്തരാവകാശി, അതാണ് ചെറുമകനായിട്ടുള്ള അലി ഖൊമേനി. അപ്പൊ അലി ഖൊമേനി വരട്ടെ. മാത്രവുമല്ല, അമേരിക്കയുമായിട്ട് ഇനി യാതൊരു വിധത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകളും വേണ്ട എന്ന് ഖ്വാമിൽ നടന്ന ഒരു മീറ്റിംഗിൽ ഈ അലി ഖൊമേനി പറഞ്ഞിരുന്നു. അന്ന് കയ്യടികളോടെയാണ് ആ നീക്കത്തെ സ്വീകരിച്ചത്. ഇതിനിടയിൽ ബ്രിട്ടൻ പറയുകയാണ്, IRGC എന്ന് പറയുന്നത് വളരെയധികം സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുന്ന ഒരു സംഘടന. കാരണം IRGC അവിടുത്തെ പോലീസ് അല്ലല്ലോ, മതഭരണകൂടത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന സംരക്ഷണ വിഭാഗം. ഇവർ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നു. ഇത് കേട്ടതോടുകൂടി IRGC ബ്രിട്ടനെതിരെയും പൊട്ടിത്തെറിച്ചു. എന്നിട്ട് പറയുന്നു, നമുക്ക് കൃത്യമായ വിദേശ നയം വേണം. വിദേശ രാജ്യങ്ങൾ നമ്മളെ ഭീഷണിപ്പെടുത്തുകയോ നമുക്കെതിരെ ആക്രമണത്തിന് തുനിയുകയോ ചെയ്താൽ അതിനെ അതേ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു പരമോന്നത നേതാവ് വേണം. അതാണ് അലി ഖൊമേനി. ഈ അലി ഖൊമേനി വന്നു കഴിഞ്ഞാൽ നിലവിൽ ഇറാന്റെ പ്രോക്സികളുണ്ടല്ലോ, ഇപ്പോൾ ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തി, ഇവരൊക്കെ ആകെ ദുർബലമായിരിക്കുക. ഹമാസ് ഏതാണ്ട് ഗസയിൽ തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതായി. പക്ഷേ ഇപ്പോഴും ഹിസ്ബുള്ളയുണ്ട്, അതുപോലെ ഹൂത്തികളുണ്ട്. ഹൂത്തികൾ ഇപ്പോഴും സൗദിക്കെതിരെ ആക്രമണം നടത്തുന്നു. ഇവരെ കൂടുതൽ പവർഫുൾ ആക്കാം. അതായത് ഒരു ആത്മീയ ആചാര്യൻ ഞങ്ങൾക്കൊപ്പമുണ്ടെന്ന് ഇറാനിലെ ജനങ്ങൾക്ക്, അവിടുത്തെ ആർമിക്ക്, IRGCക്കൊക്കെ തന്നെ ഒരു ആത്മവിശ്വാസം പകർന്നു നൽകിയാൽ അവിടുത്തെ മതഭരണകൂടത്തെ നെഞ്ചേറ്റുന്ന ജനങ്ങൾ പൂർണ്ണമായിട്ടും കൂടെ നിൽക്കും. അവരുടെ പ്രശ്നം എന്താ? ജീവൻ പോയാലും മതഭരണകൂടം നിലനിൽക്കാൻ വേണ്ടി എന്ത് കാര്യത്തിനും ഇറാനെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ അലി ഖൊമേനി അങ്ങനെയാണ്. അപ്പം മൊജ്തബയെ വേണ്ടേ? മൊജ്തബ ഇല്ലേ? ഇതാണ് ഇപ്പോഴും സംശയം. മൊജ്തബയുടെ കാര്യത്തിലുള്ള നിഗൂഢത അവസാനിപ്പിക്കണമെന്ന് ഇറാനിലെ യുവാക്കളടക്കം നിരവധി പേർ ആവശ്യവുമായിട്ട് രംഗത്ത് വന്നു. അന്ന് അവരോട് പറഞ്ഞത്, മൊജ്തബയുണ്ട്, അദ്ദേഹം ബങ്കറിൽ ഇരുന്നുകൊണ്ട് ഇറാനെ എങ്ങനെ നയിക്കണം എന്നതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തുക.
അത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായ മാസ്റ്റർ പ്ലാൻ ഉണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നോക്കുന്നു. ഇത് കൂടാതെ ഈ ഇറാനിൽ ഈ അയത്തുള്ള അലി ഖമനയ്ക്ക് ഒരു വലിയ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട്. ഗ്രാൻഡ് മൊസല്ല എന്ന് പറയുന്ന അവരുടെ ഒരു വലിയ പള്ളിക്ക് സമീപം വെച്ചാൽ ഈ ഗ്രാൻഡ് മൊസല്ലയിൽ വെച്ച് ഈ അനുസ്മരണ ചടങ്ങ് എന്ന് വെച്ചാൽ ഇറാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വലിയ തോതിലുള്ള ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ച അനുസ്മരണത്തിൽ വെച്ച് മൊജ്താബ രംഗപ്രവേശം ചെയ്യും. അവിടെ വെച്ച് മൊജ്താബയെ ഞങ്ങളുടെ അയത്തുള്ളയായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത പരമോന്നത നേതാവായിട്ട് ഔദ്യോഗികമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കും. ഇതിനിടയിലാണ് ഈ യാഥാസ്ഥിക വിഭാഗം, അതായത് നേരത്തെ പറഞ്ഞ പൈതാരി ഗ്രൂപ്പ് വളരെ കൃത്യമായ അജണ്ടയുമായിട്ട് രംഗത്തേക്ക് വരുന്നത്. അവർ പറയുന്നു നിർണായകമായ ഒരു ചരിത്ര പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഇറാനെ വീണ്ടും രക്ഷിക്കാനും ഒപ്പം വളരെ ധീരതയോടെ നയിക്കാനും നമുക്ക് ആയത്തുള്ള റൂഹുള്ള ഖൊമേനിയുടെ ചെറുമകനായ അലി ഖൊമേനിയെ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഇനി അമേരിക്കയുടെ ഭീഷണികൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളുടെ വെല്ലുവിളിക്ക് അതേ നാണയത്തിൽ നമുക്ക് തിരിച്ചടി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഈ പൈതാരി ഫ്രണ്ടും IRGCയും ഒരേ ലൈനിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അവർക്ക് മൊജ്താബയല്ല വേണ്ടത്, പഴയ വിപ്ലവ വീര്യമുള്ള ആയത്തുള്ള റൂഹുള്ള ഖൊമേനിയുടെ പാരമ്പര്യത്തിൽപ്പെട്ട ഒരാൾ നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ അതിതീക്ഷ്ണമായ നിലപാടുമായിട്ട് ഇവർക്ക് രംഗത്തേക്ക് ഇറങ്ങാം. ഈ ഹോർമൂസ് കടലിടുക്കിലടക്കം ഇനി കപ്പലുകൾക്ക് കപ്പം തന്നേ പോകാൻ പറ്റുമെന്നുള്ള പ്രഖ്യാപിത നിലപാടെടുക്കും. മിസൈലിന്റെ വലിയൊരു ശേഖരം അവർക്കുണ്ടെന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ലോക രാജ്യങ്ങളെ അസ്വസ്ഥമാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇറാൻ ഇതാ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ ആദ്യത്തെ ഖൊമേനി ആയത്തുള്ള റൂഹുള്ള ഖൊമേനി അദ്ദേഹം ഇറാൻ ഭരിച്ചിരുന്ന സമയത്ത് ഇറാനിൽ ഇത്രമാത്രം ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് പല വിദഗ്ധരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇറാൻ ശാന്തമായിരുന്നു, സാമ്പത്തികമായും എണ്ണ ഉൽപാദനത്തിലും ഒക്കെ ഇറാൻ വലിയ രീതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായിരുന്നു. ഇപ്പോ ഇറാൻ ശാന്തമായിരുന്നു എന്നുള്ള തരത്തിലേക്ക് പിന്നീട് ഈ ആയത്തുള്ള അലി ഖമനൈ വന്നതിന് ശേഷമാണ് മൊത്തത്തിലുള്ള രാഷ്ട്രീയ ചുറ്റുപാടുകൾ മാറുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി തന്നെ മാറുന്നത്. അതായത് മതം മാത്രം ഇങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് സ്ത്രീകൾ സൈക്കിൾ പോലും സ്ത്രീകൾ ചവിട്ടുന്നതിനെ എതിർക്കുന്ന ഒരു ആളായി ഈ ആയത്തുള്ള അലി ഖമനൈ മാറി. സ്വാഭാവികമായും അത് മാത്രമല്ല, ഈ ആയത്തുള്ള അലി ഖമനൈക്ക് തന്റെ മകൻ മൊജ്തബ ഖമനൈ ഒരിക്കലും പിൻഗാമിയായി വരുന്നത് ഇഷ്ടമല്ലായിരുന്നു എന്നതും ഇടയ്ക്ക് വാർത്തകളിൽ അതിനുള്ള യോഗ്യതയുമില്ല. അപ്പൊ സ്വാഭാവികമായും ഒരു രാജ്യത്തെ നയിക്കാൻ ഇപ്പൊ നമ്മുടെ നാട്ടിൽ രാഹുൽ ഗാന്ധി ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പട്ടായയിലും മലേഷ്യയിലും ഒക്കെ പോയി ഒളിച്ചിരുന്നിട്ട് എല്ലാ പ്രശ്നം അവസാനിച്ച് തിരിച്ചു വരും. എന്നിട്ട് ഇവിടെ നരേന്ദ്രമോദി അമിത്ഷായൊക്കെ തെറി വിളിക്കുന്നത് പോലെയാണ്. അത് പിന്നെ എപ്പോഴെങ്കിലും തിരിച്ചു വരുന്നുണ്ടെന്നെങ്കിലും നമുക്ക് പറയാം. ഇതിപ്പോ മൊസ്തഫ ഒരു 4 മാസത്തോളമായി ജീവനോടെ ഉണ്ടോ എന്നറിയില്ല. ബംഗറിലിരുന്ന് ഞാൻ എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്ത് പ്ലാൻ അങ്ങനെയാണ് എങ്കിൽ ഇസ്രായേലിനെ ബാക്കി ആയത്തുള്ള അലി ഖമനയുടെ 3 മക്കള് രംഗത്തിറങ്ങിയില്ലേ, അവരെ കൊല്ലാൻ പാടില്ലായിരുന്നു. ആ സമയത്ത് അവരടുത്ത പരമോന്നത നേതാവല്ലാത്തത് കൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്തില്ല. അങ്ങനെ ഒളിച്ചിരിക്കുന്ന ഒരു പരമോന്നത നേതാവിനെ വിശ്വസിച്ച് എങ്ങനെയാണ് ഒരു ജനം മുന്നോട്ട് പോകുന്നത്? സ്വാഭാവികമായും ഈ അലി ഖൊമനേയി ഇതിലേക്ക് വന്നാൽ ഒരുപക്ഷെ അമേരിക്കയുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കൊന്നും അവർ തയ്യാറാകില്ല എന്ന് തോന്നുന്നു. ഹോർമൂസിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി പിടിമുറുക്കും. IRGCക്ക് താല്പര്യമുള്ള ഒരു നേതാവാണ് ഈ അലി ഖൊമനേയി എന്ന് പറയുന്നത്. അപ്പോ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഇറാനിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പൂർണ്ണമായും മാറുകയാണ്. അവിടെ ഇപ്പൊ തന്നെ IRGCയും സർക്കാർ തമ്മിൽ വലിയ ഭിന്നത നിലനിൽക്കുന്നു. പെഷസ്ക്യാനൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള ഭിന്നത നിലനിൽക്കുന്നതിന്റെ ഇടയിലാണ് ഇത്തരം ഒരു നീക്കം എന്ന് പറയുന്നത്. ഇറാനിലെ ഭരണകൂടത്തെ ഒന്നടക്കം ഞെട്ടിച്ചിരിക്കുകയാണ്. മൊസ്തബയെ ജീവനോടെ ഇല്ല എന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേരുന്നു. അല്ലെങ്കിൽ മൊസ്തബയെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ പരമോന്നത നേതാവായി അലി ഖമേനി രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഇനി ഇറാനിൽ സംഭവിക്കുന്നത്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഖമനേയിയുടെ മകനും പിന്നീട് മരണപ്പെട്ട ആയത്തുള്ള അലി ഖമനേയിയുടെ മക്കളും തമ്മിലുള്ള ഒരു തുറന്ന പോരാണോ നമ്മൾ ഇറാനിൽ കാണാൻ പോകുന്നത്? അല്ല, അങ്ങനെ തുറന്നു പോരുന്ന സംഭവമില്ല ഇവിടെ. കാരണം എന്താ പറയുക, ഇപ്പൊ ഇറാനിലെ ജനങ്ങളുടെ പ്രധാന പ്രശ്നം തങ്ങളെ നയിക്കാനായിട്ട് ഒരു പരമോന്നത നേതാവില്ല. അവരുടെ പ്രശ്നം അതാണ്. ഞങ്ങൾക്ക് പ്രസിഡന്റ് വേണം, പ്രധാനമന്ത്രി വേണമെന്നല്ല, ഞങ്ങൾക്ക് പരമോന്നതമായ നേതാവ് വേണം. ഈ പരമോന്നത നേതാവ് എപ്പോഴും വിപ്ലവ വീര്യം ഉള്ളിൽ നിറച്ച ആളായിരിക്കണം. മാത്രമല്ല അവിടുത്തെ യാഥാസ്ഥിതിക മതവിഭാഗങ്ങളെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ആളാണ്. മൊജ്താബ വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും നാൾ IRGC ആണ് മൊജ്താബയുടെ എന്ന പേരിൽ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരുന്നത്. മൊജ്താബ എവിടെ പോയി? സ്വന്തം പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ ധൈര്യമില്ലാതെ ബങ്കറിൽ ഒളിച്ചിരിക്കുന്ന മൊജ്താബയാണോ ഇനി നമ്മളുടെ പരമോന്നത നേതാവെന്ന് ഇറാനിയൻ ജനതയും ഈ ഖമേനിയെ സ്നേഹിച്ചിരുന്ന നിരവധി ആൾക്കാർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഷിയ വംശജർ ഇതൊക്കെ ചോദിക്കുന്നു. അതുകൊണ്ടാണ് IRGCയും അതുപോലെ തന്നെ ഈ പൈതാരി ഫ്രണ്ടും കൂടെ ചേർന്ന് പുതിയൊരു നീക്കത്തിലേക്ക് പോകുന്നത്. എക്കാലവും ഇറാനെ ഒരു മികവിലേക്ക് നയിച്ച, ലോക രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ആയത്തുള്ള റൂഹുള്ള ഖൊമേനി
ഖൊമേനിയുടെ ചെറുമകനുണ്ട് അലി ഖൊമേനി. അദ്ദേഹത്തിന്റെ നിലപാട് വളരെ ശക്തമാണ്, കർക്കശമാണ്. ഒപ്പം ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയതും ഈ അലി ഖൊമേനിയാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് മൊജ്തബ വരേണ്ട അടുത്ത് അലി ഖൊമേനി വന്നു എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ആയത്തുള്ളയായിട്ടുള്ള ആൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകേണ്ടത് അടുത്ത ആയത്തുള്ളയാണ്. അപ്പോൾ വളരെ പ്ലാൻഡ് ആണ് ഈ അലി ഖൊമേനി. കാരണം മൊജ്തബ ഇസ്രയേലിന്റെ തോക്കിന് മുന്നിലാണ്, എപ്പോൾ വേണമെങ്കിലും തട്ടിപ്പോവാം. അപ്പോഴാണ് അലി ഖൊമേനി അതും അറിയില്ല. എന്തായാലും അലി ഖൊമേനി ഇറക്കിക്കൊണ്ടുള്ള ഈ ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ടല്ലോ, അത് ലോക രാജ്യങ്ങൾ വളരെ തന്ത്രപരമായിട്ട് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു വരികയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.